$200 ladies bag. ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തെ ബ്രോഡ്വേ മാർക്കറ്റിലോട്ടാണ്. അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ എല്ലാ സാധനങ്ങളും അവിടെയാണ് കിട്ടുന്നത്. എല്ലാം നല്ല വിലക്കുറവിലും കാര്യങ്ങളിലും ഒക്കെ അവിടെ കിട്ടും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകും മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊടുക്കാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ബ്രോഡ്വേ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ബ്രോഡ്വേ മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രൻസ്. ഇത് മാത്രമല്ല എൻട്രൻസ്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പല വഴിയിൽ കൂടെ നമുക്ക് ഇതിൽ എൻട്രി ആവാം. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഏരിയയിലോട്ടാണ്. അപ്പോൾ ഇവിടെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ വഴിയോരത്തും സൈഡിലും കടകളും അങ്ങനെ പല തരത്തിലുള്ള കുറേ കച്ചവടക്കാരുണ്ട്. അതിൽ മെയിനായിട്ടുള്ള കാര്യം ക്രിസ്മസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് നല്ല വിലക്കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും കടകളാണ്. ഇവിടെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങൾ നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നമ്മൾ വട്ടം കറങ്ങിപ്പോവും. അതേപോലെ റോഡാണ് നമ്മുടെ ഫ്രണ്ടിലോട്ടും സൈഡിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പല ടൈപ്പ് റോഡ് ഇങ്ങനെ തിരിഞ്ഞടക്കാണ്. നമ്മൾ കൂട്ടം തെറ്റിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കാം. രണ്ട് സൈഡിലും ഇപ്പം നിങ്ങൾ കാണുന്നില്ല, ഇതേപോലുള്ള കുറേ ട്രീസ്, സ്റ്റാർസ്, അങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പലയിടത്തും പല റേറ്റുകളുമാണ്. ഇപ്പം നമ്മൾ ഇവിടെ കണ്ടിട്ട് പോകുന്ന അതേ സാധനത്തിന് അപ്പുറത്ത് പോകുമ്പോൾ റേറ്റ് കൂടുതലാവാം കുറവാവാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നാൽ ഒരു കടയിൽ നിന്ന് തന്നെ സാധനം വാങ്ങിക്കാൻ ശ്രമിക്കരുത്. പലയിടത്തായിട്ട് ചോദിച്ചിട്ട് വേണം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. ചിലയിടത്ത് കുറവായിരിക്കും, ചിലയിടത്ത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് നമുക്ക് വാങ്ങിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇതിങ്ങനെ കണ്ടുപോകാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം നല്ല ഒരു കാർണിവലിലൊക്കെ പോയത് ഒരു ഫീലായിരുന്നു ഇതിൽ കയറിയപ്പോൾ. ഈ ഒരു ഏരിയ കാണുമ്പോൾ ക്രിസ്മസിന് വേണ്ടി മാത്രം പണിഞ്ഞതുപോലുണ്ട്. കാരണം ഇവിടെ കയറുമ്പോൾ നമുക്ക് A to Z കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടും. ബാക്കിയുള്ള ഏരിയകളിലൊക്കെ തപ്പി പിടിക്കണം അതും ഇതും വേണ്ടതൊക്കെ. പക്ഷേ ഈ ഒരു ഏരിയയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. അതേപോലെ തന്നെ ചീപ്പായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ, പലയിടത്തായിട്ട് പല കടകളിലും കയറി നോക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ റേറ്റ് വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് റേറ്റ് വ്യത്യാസമൊക്കെ ഈ ഒരു ഏരിയയിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അകത്തോട്ട് കയറും തോറും പല പല ടൈപ്പുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഇത് എത്രയാ? 150 ഈ ഒരു ഏരിയ ഒക്കെ ആദ്യം നമ്മൾ കണ്ട ഏരിയയുടെ ഒരു ഭാഗമാണ്. നമ്മളിങ്ങനെ വളഞ്ഞ് ചരിഞ്ഞൊക്കെ കയറുന്ന കുറേ വഴികളുണ്ട്. അപ്പോൾ ഇവിടെ കയറിയപ്പോഴും കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള കുറേ സാധനങ്ങൾ
കാണാൻ പറ്റി. പിന്നെ കുറേ ടൈപ്പുള്ള ക്രിസ്മസ് ട്രീസ് ഉണ്ടായിരുന്നു, വൈറ്റും റെഡും അങ്ങനെ പല കളറ്. പിന്നെ ലൈറ്റ് സെറ്റിങ്സൊക്കെ അടിപൊളിയായിരുന്നു, കണ്ടാൽ നമുക്ക് അപ്പം എടുക്കണം എന്ന് തോന്നിപ്പോകും. ആ മാതിരി സെറ്റിങ്സാണ് അവർ ഓരോ കാര്യങ്ങളിലും ആകർഷിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്. പിന്നെ ക്രിസ്മസിന് വേണ്ട സാധനങ്ങൾ മാത്രമല്ല ഇവിടെ കിട്ടുന്നത്, എല്ലാ സാധനവും ഒരു വീട്ടിലത്തേക്കിന് വേണ്ട എല്ലാ സാധനവും നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിൽ റേറ്റിനും റീറ്റെയിൽ റേറ്റിനും നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ട നമ്മുടെ വീട്ടിലത്തേക്കിന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വന്ന് ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ കാണുന്ന ബാഗ്സിനൊക്കെ 200-250 ആ ഒരു റേറ്റാണ്. പിന്നെ നമ്മളിവിടെ വന്ന് കാണാൻ പറ്റുന്ന കുറേ സാധനങ്ങളിൽ ഒന്ന് ഇതാണ്, മസാലകളുടെ കുറേ കടകൾ, സ്പൈസസിൻ്റെ ഒരുപാട് കടകൾ ഇവിടെ ഉണ്ട്. നൈനുവിൻ്റെ കയ്യിലിരിക്കുന്ന വൈൻ ഗ്ലാസ് ആണ്, ഇതിന് 5 രൂപയാണ് ഒരെണ്ണം. ശരിക്കും ഈ മാർക്കറ്റിൽ വന്നാൽ നമുക്ക് ടൈം പോകുന്നത് അറിയാനേ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ പോക്കറ്റ് കാലിയാവുന്നത് പെട്ടെന്നായിരിക്കും. അത്രയ്ക്ക് ചീപ്പായിട്ടുള്ള റേറ്റിലാണ് ഓരോ സാധനങ്ങളും ഇവിടെ കിട്ടുന്നത്. നമ്മളറിയാതെ തന്നെ ഓരോന്നിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ് ക്രിസ്മസ് സ്പെഷ്യൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. നമ്മളെല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല. നമ്മൾ അത്യാവശ്യം ക്രിസ്മസിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ കാണണ്ടേ, പിന്നെ വീഡിയോ എടുക്കണം, നിങ്ങളെ കാണിക്കണം, പിന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മാക്സിമം ക്രിസ്മസ് ഏരിയകളൊക്കെ കവർ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ സജഷൻസ് ഒക്കെ നമുക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ.